Hi all, welcome back to Entry. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ പുതിയ ജൂണിലെ എക്സാമിനേഷൻ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. ആ ജൂണിലെ എക്സാമിനേഷൻ കലണ്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളതും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളതും അതിൽ നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ഏതൊക്കെയാണ്, എന്നാണ് അതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വരുന്നത്, എന്നാണ് എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എക്സാംസ് ആണ് നമ്മൾ ടെക്നിക്കൽ എക്സാംസ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ടെക്നിക്കൽ എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്രൈഡ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഇലക്ട്രീഷ്യൻ അല്ലെ, ഇലക്ട്രീഷ്യനിൽ വരുന്ന ട്രൈഡ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ SCDD എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ആ ഒരു ITIകൾ ഉണ്ടല്ലോ, ITIകളിലെ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ്. അതായത് നമുക്ക് നോർമൽ ITIകളല്ല, SCDDയുടെ കീഴിൽ ITIs വർക്ക് ചെയ്യുന്നുണ്ട്. ആ ITIകളിൽ വരുന്ന ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്നുള്ള പേരിലാണ് അറിയാം. സാധാരണ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നാണ് നമ്മൾ ITIയിൽ വരുമ്പോൾ പറയാറുള്ളത്. ഇവിടെ SCDയുടെ കീഴിലാവുമ്പോൾ അതിനെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്നാണ് പോസ്റ്റ് നെയിം വരുന്നുണ്ടായിരിക്കട്ടെ. ശരിക്കും രണ്ടും ഒരുപോലെയുള്ള പോസ്റ്റ് തന്നെയാണ്, പക്ഷേ രണ്ട് എക്സാം ആയിട്ടാണ് നടത്താറുള്ളത്. അപ്പോൾ SCDയുടെ എക്സാം ഇലക്ട്രീഷ്യൻ എക്സാം ആണ് നടക്കുന്നത്. 545/2025 544/2025 എന്ന 2 കാറ്റഗറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2 കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും മറ്റൊന്ന് ബൈ ട്രാൻസ്ഫറും ആയിട്ടാണ് എക്സാം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എക്സാം നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ള എക്സാമും നടക്കുന്നുണ്ട്. അപ്പൊ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക, 9/6/2026 അല്ലെ, 9/6/2026. അതായത് ജൂൺ 9-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സാം നടക്കുന്നത് അല്ലെ. ജൂൺ 9-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏപ്രിൽ മെയ് 2 മാസം അല്ലെ, 2 മാസം അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 60-70 ദിവസത്തോളം നമുക്ക് ഷുവർ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ കാണുന്ന 60-70 ദിവസം കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഷുവർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഷുവർ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസും ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെ. അപ്പൊ 9/6/2026 നടന്ന എക്സാമിന് വേണ്ടിയിട്ട് 23/3/2026 മുതൽ 11/4/2026 വരെ, അതായത് കൺഫർമേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ. 11/4/2026 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും, അതായത് ഇപ്പോൾ നമുക്ക് PSC തന്നിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ PSC തന്നിട്ടുള്ള എക്സാം കലണ്ടർ അനുസരിച്ചിട്ട് 6235 പേരാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അതിനുള്ള കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോസ്റ്റ് ആണ്, നല്ലൊരു ടീച്ചിങ് പോസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. അപ്പൊ 545/2025 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ വരുന്നത്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 9/6/2026 ആണ് കേട്ടോ. അപ്പൊ 9/6/2026 ഇതിന്റെ കൂടെ ഒരു ഇലക്ട്രീഷ്യൻ എക്സാം കൂടി നടക്കുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത് NCA, മുസ്ലിംസിന് വേണ്ടിയിട്ട് NCA എക്സാം ആണ് നടക്കുന്നത്. അതും സെയിം സിലബസ് സെയിം എക്സാം തന്നെ ആയിരിക്കും, അതായത് കോമൺ എക്സാം ആണ് നടക്കുന്നുണ്ടായിരിക്കുക. 9/6/2026 തന്നെയാണ് നടക്കുന്നത്. അതിന് വേണ്ടിയുള്ള കൺഫർമേഷൻസ് എന്ത് ചെയ്യാണ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൺഫർമേഷൻ എല്ലാവരും കൊടുക്കുക. ഇനി അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ള ഒരു എക്സാം ആണ് ഇലക്ട്രീഷ്യൻ ആൻഡ് ലൈൻമാൻ അല്ലെ. നമുക്ക് അറിയുന്നതാണ്, എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സാം ആണ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജൂൺ മാസത്തിൽ നടക്കുന്നുണ്ട് അല്ലെ. അതായത് ജൂൺ മാസം 10-ാം തീയതിയാണ് നടക്കുന്നത് അല്ലെ. ജൂൺ മാസം 10-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എക്സാം നടക്കുന്നത്. അപ്പൊ 9-ാം തീയതി നമ്മളെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ നടക്കുന്നുണ്ട്. ആ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത് ഡിപ്ലോമ BTech ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ്. അതേപോലെ തന്നെ ഈ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ എന്ന് പറയുന്ന എക്സാം എന്താണ്, ITI മുതൽ ഡിപ്ലോമ BTech ഉള്ളവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന, എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എക്സാം കൂടി ആയിരിക്കും അല്ലെ. അപ്പോൾ ലൈൻമാൻ എക്സാം, അതായത് PWDയിലെ ലൈൻമാൻ എക്സാം എന്ന് പറയുന്നത് 776/2025 കേട്ടോ. കാറ്റഗറി നമ്പർ ഓർത്ത് വെക്കുക, 776/2025 5 ജില്ലകളിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് കേട്ടോ. 5 ജില്ലകളിലേക്ക് വേണ്ടിയുള്ള എക്സാമിനേഷൻ ആണ് നടക്കാൻ പോകുന്നത്. 5 ജില്ലകൾ എന്ന് പറയുന്നത് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയിട്ടുള്ള 5 ജില്ലകളിലേക്കാണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ 23/3/2026 നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ 11/4/2026 വരെ, അതായത് ഓൾറെഡി കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു.
11-ാം തീയതി വരെയാണ് ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് അനുസരിച്ചിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എക്സാം എന്ന് പറയുന്നത്. ക്രാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കുറെ ഡൗട്ട് ഉണ്ടായിരിക്കും, കട്ട് ഓഫ് ഒക്കെ കൂടുതലാണല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞോടെ സുഖമായിട്ട് നമ്മൾ ആ ഒരു സിലബസ് അനുസരിച്ചിട്ട് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉള്ള വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2673, 1027, 1740, 1500 വേക്കൻസീസ് അല്ല, സോറി, നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ നമ്പർ കേട്ടോ. വേക്കൻസീസ് അല്ല, വേക്കൻസീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇത് പറയാം അല്ലെ. കാൻഡിഡേറ്റ്സിന്റെ നമ്പർ ആണ് 2673. കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് ഉള്ളത്, 2673. ആൻഡ് 1027 ഇടുക്കി ജില്ലയില് 1840. മലപ്പുറത്തുണ്ട്, കോഴിക്കോട് 1551, 736. അപ്പൊ ഏറ്റവും കുറവ് കണ്ണൂരാണ് അല്ലെ. കണ്ണൂർ ജില്ലയിൽ 736 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഒരു കാൻഡിഡേറ്റ്സിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ കുറയും കേട്ടോ. കൺഫർമേഷൻ കൊടുക്കുന്നതും എക്സാം കഴിയിലൊക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ എന്ത് ചെയ്യും, നമ്പേഴ്സ് നല്ല മാറ്റം വരാറുണ്ട്. അതെല്ലാം എക്സാമിന് സംഭവിക്കുന്നതാണ്. കാരണം എക്സാംസ് എഴുതുന്ന കൺഫർമേഷൻ കൊടുക്കുന്നവരെന്നെ തന്നെ പൂർണ്ണമായിട്ട് എക്സാം എഴുതാതില്ല അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, നല്ലൊരു മാറ്റം അതിനകത്ത് സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കാറ്റഗറി നമ്പർ ഓർത്ത് വയ്ക്കുക, 776/2025 ആണ് കേട്ടോ. നല്ലൊരു പോസ്റ്റ് ആണ്, PWD ആണ്. PWDയില് നമുക്കറിയാം ഈ സെറ്റ് ഓഫ് ലൈൻമാൻ എക്സാം, അതായത് ഓരോ ജില്ലകളിലേക്കാണ് ലൈൻമാൻ എക്സാം നടക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഓൾറെഡി 8 ജില്ലകളിലേക്കുള്ള ലൈൻമാൻ എക്സാം നടന്നു കഴിഞ്ഞു. ബാക്കി 5 കൂടി ആവുന്നതോടെ നമുക്ക് ആ ഒരു ലൈൻമാൻ എക്സാമിന്റെ ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഇതായിട്ട് നമുക്കിത് ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജില്ലയ്ക്ക് വരാനുണ്ട്. പിന്നീട് വീണ്ടും എന്ത് ചെയ്യും, ഇതിങ്ങനെ 3 വർഷം കൂടുമ്പോൾ നടക്കും അല്ലെ. അപ്പൊ ആ ഒരു ഇതിൽ നടക്കുന്ന എക്സാംസ് എന്തെയാണ്, ഈ ഒരു ഇതോടെ കഴിഞ്ഞു. ഇനി അടുത്ത എന്ത് ചെയ്യാം, സെറ്റ് ആയിട്ട് നടക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്ത ആളുകളെല്ലാം എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കുക. എക്സാം നല്ല രീതിയിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ ക്ലാസ്സുകളും കാര്യങ്ങളും നോക്കിയിട്ട് ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് ആ ബേസ് സിലബസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അതിന് എക്സാം ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 10/6/2026. ഇനി നമുക്ക് ഇന്നൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 75 ദിവസം അല്ലെ, അല്ലെങ്കിൽ ഒരു 70 ഡേയ്സ് 70 to 75 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷുവർ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് കേട്ടോ. അതിനുള്ളൊരു സിലബസ് ആണ്, അത്രയും നമുക്ക് ഇതിന് പഠിക്കാനുള്ളൂ കേട്ടോ. പക്ഷെ എന്ത് ചെയ്യണം, വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ കൂടെ ഇതൊരു കോമൺ എക്സാം ആണ്. ഇതിന്റെ കൂടെ കുറെ ഇലക്ട്രീഷ്യൻ എക്സാംസ് നടക്കുന്നുണ്ട്. അത് പല കാറ്റഗറീസ് ആയി പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കുറെ ഇലക്ട്രീഷ്യൻ എക്സാം നടക്കുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെന്റിനും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. 465/2025, 556/2025, 634/2025. 634/2025 എന്ന് പറയുന്ന 2 ജില്ലകളിലേക്കാണ്, കോഴിക്കോടും കണ്ണൂരും കേട്ടോ. ആനിമൽ ഹസ്ബൻഡറിയിലുള്ള ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ആൻഡ് 465/2025 എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഹെൽപ്പർ ആണ്. റീഹാബിലേഷൻ പാലറ്റേഷൻ ലിമിറ്റഡിലേക്കുള്ള ഇലക്ട്രിക്കൽ ഹെൽപ്പർ ആണ്. 741/2025 എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ ആണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം ആണ്. 464/2025 എന്ന് പറയുന്ന ഇലക്ട്രീഷ്യൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള കേട്ടോ. യൂണിവേഴ്സിറ്റി ഇൻ കേരള ഇലക്ട്രീഷ്യൻ എക്സാം ആണ് നടക്കുന്നത് കേട്ടോ. അതേപോലെ കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ എക്സാമുകളും ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. അതായത് അതിനൊക്കെ ഒരു കാൻഡിഡേറ്റ്സിന്റെ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സിന്റെ നമ്പർ വലിയ ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ടോപ്പ് റാങ്കിൽ എത്തുന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രം മതി കേട്ടോ. നമ്പേഴ്സ് നമുക്കൊരു പ്രശ്നമല്ല അല്ല. കാരണം നമ്പേഴ്സിനല്ല നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്പേഴ്സ് എന്ന് പറയുന്നത് പല ആളുകളും ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് കൺഫർമേഷൻ കൊടുക്കുമ്പോഴൊക്കെ നമ്പേഴ്സിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്പേഴ്സ് അല്ല നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. നമുക്കുള്ളത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും ആ ലിസ്റ്റിൽ എന്ത് ചെയ്യും, ജോലി ലഭിക്കാനും ചാൻസ് ആയിട്ട് വരും അല്ലെ. അപ്പൊ അത് ഓർത്ത് വെക്കുക. എന്നാണ് എക്സാം നടക്കുന്നത്, 10/6/2026 അല്ലെ. 10/6/2026 എക്സാം നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു ITI ലെവൽ എക്സാം ആണ്. ITI ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിലും ഡിപ്ലോമ ബിടെക്കാർക്ക് എഴുതാൻ പറ്റുന്നതാണ്.
പിന്നീട് ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. കാരണം കുറെ ഇലക്ട്രീഷ്യൻ എക്സാംസിലൊക്കെ പല രീതിയിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സർട്ടിഫിക്കറ്റ്, അതായത് വരുമാന സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് വേണ്ടതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക. കാരണം അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണത്തിൽ നോക്കുന്നത് ചിലതിലൊക്കെ വളരെ കുറവ് വരുന്നുണ്ട്. ഇപ്പൊ 90 പേരൊക്കെ ഉള്ളൂ ഇലക്ട്രീഷ്യൻ ലൈൻ ഹെൽപ്പറിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് സർട്ടിഫിക്കറ്റ് പ്രോപ്പർ ആയിട്ട് കയ്യിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് കിട്ടും കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള, അതായത് നമ്മളെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മുടെ SEDD ഉണ്ടായത്. അതിന്റെ കൂടെ ഇലക്ട്രിക്കലിന്റെ കൂടെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു എക്സാം ആണ് നമ്മളെ സിവിലിന് കേട്ടോ. ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ ഡ്രാഫ്റ്റ്മാൻ സിവിലില് അത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് SEDD ബൈ ട്രാൻസ്ഫറും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, NCA എക്സാമും നടക്കുന്നുണ്ട്, ഡയറക്റ്റ് എക്സാമും നടക്കുന്നുണ്ട് കേട്ടോ. ബൈ ട്രാൻസ്ഫർ എക്സാം നടക്കുന്നുണ്ട്, NCA എക്സാം നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് എക്സാമും നടക്കുന്നുണ്ട്. അപ്പൊ 455, 456 കാറ്റഗറി നമ്പറിൽ 455 ആൻഡ് 456 കാറ്റഗറി നമ്പറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എക്സാം നടക്കുന്നുണ്ട്. അതേപോലെ 230 കേട്ടോ, 230 അങ്ങനെ കാറ്റഗറി. 230 എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബിനുള്ളതാണ്, NCA വരുന്ന എക്സാം ആണ്. ദെൻ നമ്മുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്ന് പറയുന്ന ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ള 455 വരുന്നുണ്ട്, 486 ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു എക്സാം നിങ്ങൾ നോക്കുക. ബൈ ട്രാൻസ്ഫറിനൊക്കെ ആകെ 4 പേരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ബൈ ട്രാൻസ്ഫർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് അപ്ലിക്കേഷനും വന്നിട്ടുണ്ട് അല്ലെ. പിന്നെയുള്ളത് ഡ്രാഫ്റ്റ്മാൻ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ ഉണ്ട്. അതേപോലെ തന്നെ കേരള ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ, ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ പബ്ലിക് വർക്സിൽ അല്ലെ, നമ്മളെ PWD പബ്ലിക് വർക്സിൽ അത് SR ആണ്, ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിയിട്ടുള്ള എക്സാം വന്നിട്ടുണ്ട്. പിന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ ഗ്രേഡ് 1 എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഡേറ്റ്, എക്സാം നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30/6 കേട്ടോ, 30/6 അല്ലെ. നമ്മളെ ഇലക്ട്രിക്കൽ എക്സാംസിന് പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ ജൂൺ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സിവിൽ എക്സാം നടക്കുന്നത് ഈ ഒരു എക്സാം 30/6 അപ്പൊ നമുക്ക് കുറച്ചും കൂടി ടൈം അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ സിവില് പഠിച്ചിട്ട് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവർ കുറച്ചും കൂടി ടൈം കിട്ടുന്നുണ്ട്. അതായത് ഒരു 20 ദിവസം കൂടി കൂടുതൽ അല്ലെ. അപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90 ദിവസമാണ്, 90-ൽ കൂടുതലായിട്ടുള്ള ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഒന്നും കൂടി എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളും അവിടെ ഉണ്ട് അല്ലെ. കാരണം ഒരുപാട് എക്സാംസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് വേണ്ടി വരുന്ന ഒരുപാട് എക്സാംസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് ലഭിക്കുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കാറ്റഗറി നമ്പർ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള കാറ്റഗറി നമ്പറിൽ വരുന്ന എല്ലാ എക്സാംസിനും എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വീണ്ടും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്, 11/4/2026 കേട്ടോ. ഇലക്ഷൻ ഒക്കെയാണ്, ആരും വിട്ടുപോകരുത്. 11/4/2026 മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവണം കേട്ടോ. 11-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, മറക്കാതെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. ഏതൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റ് എന്ന് ക്ലിയർ ആയിട്ട് നോക്കുക, അതിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല വേക്കൻസീസ് കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റുകളാണ് നമുക്കുള്ളത്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുത്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, ഓരോ കോഴ്സിന് വേണ്ടിയിട്ടുള്ളതും, അതായത് ഓരോ എക്സാമിന് വേണ്ടിയിട്ടും സെപ്പറേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതിപ്പോ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, അതിന്റെ ഒരു സിലബസ് ബേസ്ഡുള്ള കോഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ലൈൻമാൻ കോഴ്സ്, ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ലൈൻമാൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ള അതിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ, അതേപോലെ സിവിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിവിൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഈ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോലെ ഡിപ്ലോമ ബേസ് ആയിട്ട്, ഡിപ്ലോമ ലെവൽ എക്സാം ആണ് അല്ലെ, ആ ഡിപ്ലോമ ബേസ് ആയിട്ടുള്ള കോഴ്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ആ കോഴ്സിൽ നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ളതും അതിന്റെ ബെസ്റ്റ് ഓഫേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ജസ്റ്റ് ഡേറ്റ് മറക്കരുത്. കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഇന്ന് തന്നെ കേട്ടോ. ഇന്ന് തന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു മൊമെന്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുക. എക്സാമിന് നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ജോബ് ഈ ഒരു 2026 നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.